സമസ്തയെ വാനോളം പ്രശംസിച്ച് കെ മുരളീധരൻ. ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സംഘടന. വെള്ളാപ്പള്ളിയും മുഖ്യമന്ത്രിയും ഒരു കാറിൽ സഞ്ചരിച്ചാൽ പ്രശ്നമില്ല, പക്ഷേ അതിന്റെ ഫലം അവർ തന്നെ അനുഭവിക്കണമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. പിണറായിയോടുള്ള അടുപ്പം ന്യൂനപക്ഷ സമുദായത്തിന്റെ അവകാശങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾക്കെന്ന് സമസ്ത പ്രസിഡന്റ്. സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല, സമസ്തയിലെ വ്യക്തികൾക്ക് രാഷ്ട്രീയമുണ്ടാകുമെന്നും ജിഫ്രി തങ്ങൾ. സമസ്തയും ലീഗും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോഴും അവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. അഭിപ്രായ ഭിന്നതകൾ പലവട്ടം മറനീക്കി പുറത്തു വന്നിരുന്നു. സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ശതാബ്ദി സന്ദേശ യാത്രയിലേക്ക് ക്ഷണിച്ചിരുന്ന അബ്ബാസ് അലി തങ്ങൾ അവസാന നിമിഷം പിന്മാറിയത് പോലും വലിയ ചർച്ചയ്ക്കിടയാക്കുന്നു. എന്നാൽ ലീഗും സമസ്തയും തമ്മിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ക്ഷണിച്ചവർക്ക് പങ്കെടുക്കാൻ സാധിക്കാതെ പോയത് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ഇടതുപക്ഷ സർക്കാരുമായും അടുപ്പം സൂക്ഷിക്കുന്ന സമസ്തയുടെ ലീഗുമായുള്ള ബന്ധം ദൃഢമാക്കാനും UDFനെ ശക്തിപ്പെടുത്താനും കോൺഗ്രസ് നേതൃത്വം വിദഗ്ധമായി പരിശ്രമിക്കുന്നുണ്ട്. സമസ്തയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സന്ദേശയാത്രയുടെ തിരുവനന്തപുരത്തെ സ്വീകരണ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത കെ മുരളീധരൻ സമസ്തയെ വാനോളം പ്രശംസിച്ചു. വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്ത സംഘടനയാണ് സമസ്തയെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ഭൂരിപക്ഷ വർഗീയത എന്നതുപോലെ തന്നെ അപകടമാണ് ന്യൂനപക്ഷ വർഗീയതയെന്നും ന്യൂനപക്ഷ വർഗീയത പലപ്പോഴും ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളമാകുമെന്നും വളരെ വ്യക്തമായി പറഞ്ഞ പ്രസ്ഥാനം കൂടിയാണ് സമസ്തയെന്നും കെ മുരളീധരൻ പറഞ്ഞു. ആത്മീയ വിദ്യാഭ്യാസത്തിനൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നൽകാൻ സമസ്ത പരിശ്രമിച്ചെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഇന്നത്തെ കാലഘട്ടം ഭയാശങ്ക ഉണ്ടാക്കുന്നതാണ്. രാജ്യത്തിന്റെ മതേതര സ്വഭാവം ഇല്ലാതാക്കുന്ന പ്രവണതകളാണ് കണ്ടുവരുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി. അതിന്റെ ഭാരം സംസ്ഥാനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന വിധത്തിലുള്ള നിയമം കൊണ്ടുവന്നു. ഇന്നലെ വരെ നെഹ്റുവിനെ മാത്രം തമസ്കരിക്കുകയും ഗാന്ധിജിയെ ഉൾക്കൊള്ളുകയും ചെയ്തവർ ഇപ്പോൾ തനി സ്വരൂപം കാണിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് ഒരു നിയമത്തിലൂടെ കേന്ദ്രം അട്ടിമറിച്ചത്. പുതിയ നിയമം വരുന്നതോടെ സംസ്ഥാനങ്ങൾക്ക് 1600 കോടിയുടെ അധിക ബാധ്യത വരും. സംസ്ഥാനത്തിന്റെ വികസനത്തിന് ചെലവഴിക്കേണ്ടി വരുന്ന പണമാണ് ഇതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്നതെന്നും കെ മുരളീധരൻ പറഞ്ഞു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടും മുരളീധരൻ കേന്ദ്രത്തെ വിമർശിച്ചു. മുൻപായിരുന്നുവെങ്കിൽ വോട്ട് ചെയ്യാൻ മാത്രമായിരുന്നു വോട്ടർ പട്ടിക എങ്കിൽ ഇപ്പോൾ അതിന് മാറ്റം വരികയാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ വോട്ടവകാശം മാത്രമല്ല നഷ്ടപ്പെടുക എന്നും ആധാർ കാർഡും റേഷൻ കാർഡും അടക്കം നഷ്ടപ്പെടാമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഒരു പരിധി കഴിഞ്ഞാൽ പൗരത്വം വരെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകാം. അതുകൊണ്ട് തന്നെ എല്ലാവരും വോട്ടർ പട്ടികയിൽ ചേർക്കണം. ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. ഉള്ളവരുടെ പോലും പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന സാഹചര്യമുണ്ട്. രാജ്യത്തെ വർഗീയമായി വിഭജിക്കാൻ നോക്കുമ്പോൾ എല്ലാ മതേതര സംഘടനകളും ഒരുമിച്ച് നിന്ന് പോരാടണം. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത ശതാബ്ദി സന്ദേശയാത്ര നടത്തുമ്പോൾ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമുള്ള യാത്രയായി വേണം അതിനെ നോക്കിക്കാണാൻ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം അത് ഊട്ടി ഉറപ്പിക്കുന്നുവെന്നും കെ മുരളീധരൻ പ്രശംസിച്ചു. SIR വിഷയത്തിലുള്ള ആശങ്ക ജിഫ്രി മുത്തുക്കോയ തങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചു. അർഹരായ ഒരാൾ പോലും SIR പട്ടികയിൽ നിന്ന് പുറത്തു പോകരുതെന്നും അങ്ങനെ സംഭവിച്ചാൽ നാടിന്റെ ജനാധിപത്യ സംവിധാനം ദുർബലപ്പെടുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അദ്ദേഹം വിലക്കി. സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ലെന്ന് വ്യക്തമാക്കിയ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പിണറായി സർക്കാരുമായുള്ള അടുപ്പം ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതുകൊണ്ടാണെന്നും വെള്ളാപ്പള്ളിക്കൊപ്പം മുഖ്യമന്ത്രി യാത്ര ചെയ്തതിൽ പ്രശ്നമില്ലെന്നും വ്യക്തമാക്കി. അതേസമയം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾ അവർ തന്നെ അനുഭവിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.